ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പാൽ പൊറാട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു പാൽ പൊറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആട്ടയ്ക്ക് പകരം വേണമെങ്കിൽ മൈദ മാത്രം വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. 2 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയും വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെറും 2 കപ്പ് ആട്ട മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതുപോലെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത പാൽ ഉപയോഗിക്കരുത്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. ആട്ട ചേർത്തത് കാരണം കുറച്ച് കൂടുതൽ പാല് വേണ്ടി വരും കേട്ടോ അത് കുഴച്ചെടുക്കാൻ. കാരണം ആട്ട നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. മൈദയാണെങ്കിൽ അത്രയ്ക്ക് വേണ്ടി വരില്ല. കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അല്പം മൈദ തൂവി കൊടുത്തിട്ട് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഞാനിവിടെ കഴിയുന്നത്ര കട്ടിയില്ലാതെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്ന് ഓയിൽ പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചുരുട്ടി കൊടുത്തിട്ട് ഇനി നമുക്ക് എത്രത്തോളമാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 അറ്റത്തു നിന്നുള്ള ആ ഒരു പീസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും എടുത്തിട്ട് കുറച്ച് പൊടി തൂവി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ടൊക്കെ പരത്തിയെടുക്കാം. സൈഡൊക്കെ നമുക്കിതാ ഇതുപോലെ ഒന്ന് കറക്റ്റ് ഷേപ്പിൽ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സമയം ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കണം കേട്ടോ. എന്നാലുള്ളത് കറക്റ്റായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടുക. ഒരുപാട് ലെയർ ഉണ്ടായതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊള്ളയായി വരുമ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലൊക്കെ തേച്ചതുപോലെ തന്നെ നെയ്യും ഓയിലും ചേർന്നിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്